ആർ യു എ സ്ലേവ്? നിങ്ങളൊരു സ്ലേവ് ആണോ? അല്ല എന്ന് തോന്നും. പക്ഷെ ഞാൻ ഈ വീഡിയോ പറയുന്നത് മുഴുവൻ കേൾക്കുക. കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ലേവ് ആണെന്ന് തന്നെ തോന്നും. അപ്പോൾ ഞാൻ ആദ്യം ഹിസ്റ്ററിയാണ് പറയാൻ പോകുന്നത്. എപ്പോഴും ചരിത്രം പറയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ സിഗരറ്റ് നമ്മുടെ ഇന്ത്യയിൽ വന്നത് എങ്ങനെയാണ്? ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സമയത്ത് വന്നപ്പോൾ ഇതിന് ചിലവൊന്നുമില്ല, ആരും മേടിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് സിഗരറ്റും ബീഡിയൊക്കെ കവലകളിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ ചുമ്മാ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പോവുക ചെയ്താൽ മതി. ഒരു കമ്പനി ലോഞ്ച് ചെയ്യുമ്പോൾ, ഇപ്പം ജിയോ ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും 500 രൂപയ്ക്ക് മൊബൈൽ കൊടുത്ത പോലെ. ഇപ്പം ആർക്കും വേണ്ട മൊബൈലൊന്നും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 500 രൂപ എന്ന് പറഞ്ഞ് കൊടുക്കുക. 15,000 രൂപയുടെ സെറ്റാണ് 500 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആൾക്കാർ മേടിച്ചുകൊണ്ടങ്ങ് പോകും. യൂസ് ചെയ്ത് കുറച്ചാൾ കഴിയുമ്പോഴാണ് ഇതിന് പിന്നെ അടുത്ത EMI, പിന്നെ അത് ഒരു ഹാബിറ്റായി മാറുക. പിന്നെ മൊബൈൽ ഇല്ലാതാവുക. ഇല്ലാതെ നമുക്ക് നടക്കാൻ പറ്റില്ല. സെയിം കാര്യം തന്നെയാണ് സിഗരറ്റിൻ്റെ കാര്യത്തിലും. സിഗരറ്റ് ചുമ്മാ ഫ്രീ ആയിട്ട് കൊടുത്തു. സിഗരറ്റ് വലിച്ച് കഴിയുമ്പോൾ പിന്നെ ഈ പുക വേണം, അപ്പോൾ അഡിക്ഷനായി. പിന്നെ രൂപ കൊടുത്ത് മേടിച്ചു തുടങ്ങി. പിന്നെ അതിനടിമയായി പോവുകയാണ്. ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമൊന്നുമില്ല. ശരീരത്തിന് യാതൊരു ഗുണമില്ലാത്ത സംഭവങ്ങളാണ്. അപ്പം മനുഷ്യനെ ആ രീതിയിൽ പ്രത്യേകിച്ച് ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത രീതിയിലാക്കി മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം, മദ്യവും ഈ സിഗരറ്റും ഒക്കെ. അപ്പം നമ്മൾ ചരിത്രം മനസ്സിലാക്കണം. എങ്ങനെ ഇത് വന്നു ഇവിടെ, എങ്ങനെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്ലേവാണ്. കാരണം വെച്ചാൽ നിങ്ങൾ ഇതിന് അടിമയാണ്. അപ്പം ആ അടിമത്തിൽ നിന്ന് എങ്ങനെ നമ്മൾ മോചനം നേടണം? എന്തുകൊണ്ട്? ഇൻപുട്ടാണ് ഔട്ട്പുട്ട്. എന്ത് നമ്മൾ കഴിക്കുന്നോ അത് നമ്മുടെ സെല്ലായി മാറി നമ്മളായി തീരുവാണ്. നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, നമ്മുടെ ശരീരത്തിന് ഗുണമില്ലാത്ത സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതനുസരിച്ചേ നമ്മുടെ ടിഷ്യൂസ് ബിൽഡ് ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സിഗരറ്റ് വേണോ, മദ്യം വേണോ, എങ്ങനെ അത് ഒഴിവാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളൊരു അടിമയാണെന്നുണ്ടെങ്കിൽ അടിമത്തിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുക. അടിമയാണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ അടിമത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയില്ല. നമ്മൾ പെട്ടുപോകണോ? അപ്പോൾ നിങ്ങളെ ആര് പെടുത്തി, എന്തിന് പെടുത്തി, ഇനി ഇതിൽ നിന്ന് എങ്ങനെ ഊരിപ്പോരാ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്.